ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്,
ഞാനും ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് കർത്തനേശു തന്റെ പൊൻകരത്താ ചേർത്തിടുമായതിലെന്നെയന്ന് ഒട്ടുനാൾ കണ്ണുനീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമാ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നേ എന്നു ഞാൻ ചെന്നങ്ങു ചേരുമതി പിന്നീടെനിക്കാപത്തൊന്നുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് നോടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൽ ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് നിന്നോടെൻ ദൈവമേ
കാക്കും എൻ തുൻപത്താലുമേ നിന്നോടെൻ ദൈവമേ നിന്നോടെൻ ദൈവമേ ഞാൻ ചേർന്നിടും. ആകാശമാർഗമായി മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടെൻ ദൈവമേ നിന്നോടെൻ ദൈവമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളുടെ കോട്ടയം ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ദീർഘവർഷ സെക്രട്ടറിയും ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് സെക്രട്ടറിയുമായിരിക്കുന്ന എറണാകുളം ചുമച്ചാവിന്റെ ഭാര്യ തങ്കമാമയുടെ മാതാവ് ഈ ലോകം വിട്ട് കടന്നുപോയി എന്ന വാർത്ത ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവർ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറയുവാനിടയായി. മാതാവ് ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭവനത്തിലായിരുന്നുവെന്ന് പല പ്രാവശ്യം തങ്കമാമ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം കടന്നു വരുവാൻ ഞങ്ങൾ സഭയായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള അവസരം എത്തില്ല. പ്രിയചാനമാമയും സ്റ്റേറ്റ്സിലും ആയിരിക്കുന്നു. ഞങ്ങളുടെ സഭയായിട്ട് സഭാ സെക്രട്ടറി, ട്രസ്റ്റി, സഭയിലെ ദൈവമക്കളിലെ ചിലര് ഒക്കെ ഇന്ന് പകൽ ഇവിടെയുണ്ട്. തങ്കമാമയുടെ മൂത്ത മകൻ മനോജ് പാസ്റ്ററും ഇവിടെ ഉണ്ടല്ലോ. ചർച്ച് ബോർഡ് ഓഫ് ഇന്ത്യ കോട്ടയം ടൗൺ ഡിസ്ട്രിക്റ്റിന്റെ ഞങ്ങളുടെ സഭയുടെ എല്ലാവിധമായ അനുശോചനവും മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. മാതാവിൻ്റെ തലമുറകളെ, കൊച്ചു തലമുറകളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. മരണം എന്ന വാക്ക് രണ്ട് സംസ്കൃത പദങ്ങൾ ചേരുന്നതാണ്. മാ അധികം രണം, ഈ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മരണം. മാ എന്ന വാക്കിന്റെ അർത്ഥം മതി എന്നാണ്, ഫിനിഷ്, ഇനഫ്. രണം എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധം എന്നാണ്. മരണം എന്ന് പറഞ്ഞാൽ യുദ്ധം മതി. ദൈവം കൊടുത്ത ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ച് മക്കളെ കുടുംബജീവിതം നയിച്ച് മക്കളെ വളർത്തുവാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ദൈവം കൊടുത്ത ആയുസ്സിൽ അനവധി പോരാട്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാതാവ് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ വിജയിച്ച് നിൽക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് അവസരം നൽകി തന്റെ യുദ്ധം മതിയാക്കി താൻ വിശ്രമത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്നു. നമ്മളെല്ലാം ഓരോ യുദ്ധത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇന്ന് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അവസാനമല്ല, മരണം നിത്യജീവന്റെ ആരംഭമാണ്. നിശ്ചയമായിട്ടും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിട്ടുപോകുന്നത് അത്യുത്തമമാണ്. എന്നാൽ പ്രത്യാശയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിട്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിന്റെ പൈതലായി ജീവിക്കുന്ന ഏതൊരാൾക്കും
ഇവിടെ വിട്ടുപോകുന്നത് വളരെ ഉത്തമവും അത്യുത്തമവുമായ കാര്യമാണ്. ഇന്ന് ഈ മാതാവിന്റെ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഞാൻ ഇവിടെ വിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും ചെല്ലുക? കർത്താവിന്റെ സന്നിധിയിലാണോ, അതോ പാപികൾക്ക് വെച്ചിരിക്കുന്ന യാതന സ്ഥലത്താണോ ചെല്ലുക എന്ന് പരിശോധിച്ചാൽ നാം ധന്യരായി തീരും എന്നുള്ള വസ്തുതയിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ അത് നരകത്തിൽ. മനുഷ്യന്റെ ആത്മാവ് നശിക്കുന്നില്ല. മനുഷ്യന്റെ ആത്മാവ് നിത്യമായി നീണ്ട ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. പ്രിയരെ, ഈ പൂജ്യത്തിൽ അവസാനിക്കുന്ന ജനനം, ജീവിതം, മരണം, ഇവിടെയാണ് മനുഷ്യർ എന്തിനൊക്കെയോ വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പൂജ്യമില്ലാത്ത നിത്യതയ്ക്ക് വേണ്ടി പലരും അധ്വാനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒന്നാൽ ആ പൂജ്യത്തിന് വിലയുണ്ട്. ഇതുപോലെ പൂജ്യത്തിൽ അവസാനിക്കുന്ന ജനനം, ജീവിതം, മരണം എന്ന നിസ്സാരമായ വിലയില്ലാത്ത ഈ ജീവിതം, വിലയുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഒന്ന് വരണം. ആ ഒന്ന് മറ്റാരുമല്ല, മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാലചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യന്റെ സകല പാപവും വഹിച്ച് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്ന, ഇനി അത്രയും താമസമില്ല മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന തന്റെ മണവാട്ടിയായ തന്റെ സഭയെ, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളെ ചേർക്കുവാൻ കടന്നു വരുന്ന ആ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പൂജ്യത്തിന് വിലയുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഇന്ന് ഈ പകൽ ജീവിതത്തിൽ അതേ നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചയില്ലാതെ, ദർശനമില്ലാതെ, ഉറപ്പില്ലാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ സാക്ഷാൽ രക്ഷകനായ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതം ധന്യമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. ഇവിടുത്തെ മരണ ശേഷമുള്ള ഒരു കാര്യം കൊണ്ടും മരിച്ച വ്യക്തിക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റില്ല എന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ബൈബിൾ നമുക്കറിയാം. എന്നാൽ ഇവിടെ വെച്ച് അവരെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അത് നാം കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിത്യത പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ.